പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടക്കൊത്തളങ്ങൾ ഉയർന്നു നിൽക്കുന്ന, എന്നും വിപ്ലവത്തിന്റെ ചുവന്ന സൂര്യനുദിക്കുന്ന, വിപ്ലവത്തിന്റെ ചുവന്ന വാകുകൾ മാത്രം പൂക്കുന്ന, ഇടതുപക്ഷത്തിന് മാത്രം എപ്പോഴും വേരോട്ടമുള്ള കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അടിത്തറയുണ്ടാക്കിയതും കോൺഗ്രസിനെ ബലപ്പെടുത്തിയതും കെ സുധാകരൻ എന്ന കണ്ണൂരിലെ വീരകേസരി തന്നെയാണ്. പിണറായി വിജയൻ, ഇ പി ജയരാജൻ, പി ജയരാജൻ, എം പി ജയരാജൻ എന്നിങ്ങനെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തലയെടുത്ത നേതാക്കന്മാരെ രാഷ്ട്രീയമായി പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസിനെ അതിശക്തിമത്തായ ഒരു സംഘടനയായി വളർത്തുന്നതിന് കണ്ണൂരിലെ വീരകേസരി എന്നറിയപ്പെടുന്ന കെ സുധാകരൻ നന്നായി വിയർപ്പൊഴുക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ സുധാകരന്റെ കൂടിയുള്ള പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ഇന്ന് കണ്ണൂരിൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ എം പിമാരായിരിക്കുന്ന ആരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു ലൈനാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി തന്നെയാണ് സുധാകരൻ അത് പറഞ്ഞത്. ഇക്കുറി കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ടോ സുധാകരൻ എന്നുള്ള ചോദ്യത്തിന്, കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാർട്ടി എന്നോട് മത്സരിക്കാൻ ചോദിച്ചാൽ, അതായത് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ അതിന് മറുപടി പറയും എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സുധാകരൻ ഇപ്പോഴും ഒരുക്കമാണ്, പകുതി മനസ്സുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ നാണം കെട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ അതിശക്തമായ ജനവിരുദ്ധ വികാരമുള്ള ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് അടക്കം ഉള്ള ആളുകളുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ തന്നെ ഒത്തൊരുമയോട് കൂടി തന്നെയാണ് UDF പ്രവർത്തനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല എങ്കിലും പൊതുവെ അങ്ങനെ ഒരു ധാരണയാണ് കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. നിലവിൽ എം പിമാരായ ആരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതിന് വിരുദ്ധമായി തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് സുധാകരൻ ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. കണ്ണൂരിൽ പാർട്ടി ചോദിച്ചാൽ താൻ മത്സരിക്കാൻ തയ്യാറാകും എന്ന രീതിയിൽ തന്നെയാണ് സുധാകരന്റെ മറുപടി വന്നിരിക്കുന്നത്. നിലവിൽ എം പി ആയ അടൂർ പ്രകാശിനും കൊടിക്കുന്നിൽ സുരേഷിനുമെല്ലാം ഇത്തരത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനോടും മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. സുരേഷും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരത്തിലൊരു ചോദ്യം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ അപ്പോൾ സന്ദർഭത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അതിന് മറുപടി നൽകും എന്നാണ് പറഞ്ഞത്. അടൂർ പ്രകാശ് ആവട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പെട്ടുനിൽക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന 2 കേസിലും ഒന്നാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് പലയിടങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ചിത്രങ്ങൾ സഹിതമുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കോൺഗ്രസിനെയും വെട്ടിലാക്കുന്ന വാർത്ത തന്നെയാണ്. അതുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടൂർ പ്രകാശിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുവാൻ, CPM-ന് ഒരു വടി കൊടുക്കുവാൻ കോൺഗ്രസ് ഒരു കാരണവശാലും തയ്യാറാകില്ല. ആരൊക്കെ മത്സരിപ്പിച്ചാലും അടൂർ പ്രകാശിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പിണറായി വിജയനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തി നിൽക്കുമ്പോൾ, ഏതു വിധേനയും കോൺഗ്രസിന് ഭൂരിപക്ഷം നേടി ജയിച്ചു വരാൻ സാധ്യതയുള്ള ഈ ഒരു സാഹചര്യത്തിൽ അടൂർ പ്രകാശിനെ പോലെ വിവാദ കഥയിൽ, അതും LDF പെട്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അടൂർ പ്രകാശ് കൂടി ഉണ്ട് എന്നുള്ളൊരു ചിത്രം ജനങ്ങൾക്കിടയിൽ പതിയുന്ന തരത്തിൽ LDF പ്രചരണം നടത്തുമ്പോൾ, ആ ഒരു പ്രചരണത്തിന് നിന്നുകൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും LDF-ന് ഒരു പ്രതിരോധം തീർത്തു കൊടുക്കുവാൻ വേണ്ടി അടൂർ പ്രകാശിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലായിരിക്കും കോൺഗ്രസ് എത്തിച്ചേരുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കെ സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറി നിൽക്കുന്ന അവസരത്തിൽ, അഥവാ കെ സുധാകരനെ മാറ്റി നിർത്തുന്ന അവസരത്തിൽ സുധാകരനോട് പാർട്ടി അത്തരത്തിൽ ഒരു നിബന്ധന വച്ചിരുന്നു, ഒരു വാക്ക് കൊടുത്തിരുന്നു എന്നാണ് അറിയുന്നത്. കണ്ണൂരിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം എന്നൊരു വാക്ക് സുധാകരന് കൊടുത്തതായാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിലും സുധാകരന് താല്പര്യമുള്ള, അഥവാ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളുകളെ ആയിരിക്കും കണ്ണൂരിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചേർന്നപ്പോൾ മത്സരത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തിയാൽ മതി എന്നുള്ളൊരു
രൂപരേഖയാണ് ഉരുത്തിരിഞ്ഞത് വന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നിലവിലെ MLA-മാരെയോ അല്ലെങ്കിൽ MP-മാരെയോ വിജയസാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ പരീക്ഷിക്കുമായിരിക്കും. പക്ഷേ MP-മാരെ പരീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തത് എന്നറിയുന്നു. ഇനിയും സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല. സുധാകരന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലും ഭരണവിരുദ്ധ വികാരത്തിലും നാണം നാറി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ജനങ്ങൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് LDF സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ CPM-നെതിരെ ചെന്ന പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ CPM-നെതിരെ ചെന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശിന്റെ ചിത്രവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രവുമായി അവർ പുറത്തു വന്നത്. ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും സുധാകരൻ UDF-ന് ഭൂരിപക്ഷം കിട്ടി വിജയിച്ച് വരുന്ന പക്ഷം സുധാകരൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് പിടിവലിയുണ്ടാകും എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല.